ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെറസിൽ എന്തെല്ലാം ഉണ്ടെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു 6 മണി കാലാവസ്ഥയാണ്, നല്ല രസമുണ്ട്. വലിയ ഇരുട്ടായിട്ടില്ല, 6 മണി ആയിട്ടും. വേഴാമ്പലൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട്, നല്ല രസമുണ്ട് ഇങ്ങനെ ടെറസിൽ ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഞാൻ അന്ന് സെറ്റാക്കിയ കെപ്പിക്കുളമാണ്, പക്ഷെ ഇതിങ്ങനെ വീണ്ടും പായൽ പിടിച്ച് എന്തൊക്കെയോ ഒരുമാതിരി ആയിട്ടുണ്ട്. കുറച്ച് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. പിന്നെ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഇത് നാടൻ കയ്യോന്നിയാണേ. ഇത് ഞാൻ പ്രത്യേകം കൊണ്ട് നട്ടത് നാടൻ കയ്യോന്നി. കുറച്ചുണ്ടായിട്ടില്ല കേട്ടോ പ്രാവശ്യം. ഇതൊക്കെ പിന്നെ ഒരു കറ്റാർവാഴയുണ്ട്. ഇതൊക്കെ ഈ മഷത്തിൻ്റെയൊക്കെ കളയണം, വൃത്തിയാക്കാനുള്ളത്. കറ്റാർവാഴ അത്യാവശ്യം ഉഷാറുണ്ട്. ബേബി കറ്റാർവാഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, അതെന്നാ ഉണ്ടാകാത്ത. ഒരു കറ്റാർവാഴ നട്ടിട്ടുണ്ട് ഞാൻ. ഇതിന് വലിയ ഉഷാറില്ല, എന്നാലും ഉണ്ടാകുന്നുണ്ട്, കുഴപ്പമില്ല. ഇതാണ് ഈശ്വരമുല്ല എന്ന് പറയുന്നത്. വിഷ ചികിത്സക്കെല്ലാം നല്ലതാണ്, പാമ്പ് കടിയൊക്കെ ആയിട്ടല്ല എല്ലാത്തിനും നല്ലതാണ്. അതിൻ്റെ കുറേ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കയറിയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ തൈ ഇത് ഇങ്ങോട്ടൊക്കെയോ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇഞ്ചിയും കൂടി ആകുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെ. പിന്നെ ഇതൊരു കാട്ടുചീരയാണ്. ഇതൊക്കെ ഞാൻ കൊണ്ട് വെറുതെ നട്ടതിൻ്റെ കുറേ ഉണ്ടായി. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ താഴെ നിന്ന് മേലേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഒരു വലിയ മരമാണ്, മറ്റേ പരുത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പരുത്തിയാന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ലേ. പിന്നെ ഇവിടെ ഇതെല്ലാം പഴുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഇതൊന്നും പഴുക്കുന്നില്ല, എത്ര നാളായി ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ കുറേ ഉണ്ട്, അധികം ഉണ്ടായില്ല, 3-4 ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ വീഡിയോ ഇല്ല. ഇതേ പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കാടും പൊട്ടി ഇങ്ങനെ കുറേ മരമെല്ലാം കയറി. അതിൻ്റെ ഔഷധം മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട്, മുഖത്ത് കുഴിയൊക്കെ വരുമ്പോൾ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ മഞ്ഞളൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അറിയില്ല, വെയിൽ കൊണ്ട് കരിഞ്ഞു വരാൻ തോന്നുന്നു. ഞാൻ വെള്ളം ഒഴിക്കാൻ കൂടി ഇവിടെ വന്നേ. അങ്ങനെ പിന്നെ ഇത് കുഞ്ഞ് കയ്പൊക്കെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ തുളസിയുണ്ട്, പനിക്കൂർക്ക, നല്ല മണമാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതൊക്കെ. പിന്നെ വല്ലപ്പോഴൊക്കെ ഒഴിച്ച് കൊടുക്കലുള്ളേ. പിന്നെ ഇതാണ് ഗൈസ് കൃഷ്ണ തുളസി. ഇതിൻ്റെ ഏത് കമ്പ് കൊണ്ട് നട്ടാൽ വേഗം ഉണ്ടാവും കേട്ടോ. ഇവിടെയെന്ന് വെച്ചാൽ ഉണ്ടാവും. ഇവിടെ നിന്നൊരു കമ്പ് പറിച്ചിട്ട് അവിടെ നട്ടിട്ട് ഇതവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അത്യാവശ്യം വലിയ കൃഷ്ണ തുളസിയാണ്. ഇതിൻ്റെ പേര് കൃഷ്ണ തുളസി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇച്ചിരി ചീരയൊക്കെ ആയിട്ടുണ്ട്, നല്ല ചീരയാണ്. അതുകൊണ്ടൊന്ന് വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പം പാർട്ട് 2 രാവിലെ. ഇതിൽ അടുത്ത കറ്റാർവാഴയാണ്. ഇത് അത്യാവശ്യം ഉഷാറുണ്ട്, പക്ഷെ ഇവിടെ എന്തൊക്കെയോ ബ്ലാക്ക് എല്ലാം വരുന്നതാണെന്ന് അറിയില്ല, പക്ഷെ നല്ലപോലെ വളരുന്നുണ്ട് ഇത്. പിന്നെ അടുത്ത കറ്റാർവാഴയാണ് ഇത്. ഇത് ഉഷാറുണ്ടോയെന്ന് വെച്ചാൽ വലിയ ഉഷാറൊന്നുമില്ല, എന്നാലും ഒപ്പിക്കാം. കയ്യോന്നി ഇത് കണ്ടോ, ഇതൊക്കെ കരിഞ്ഞു ഒരുപാട് പോയി. വെള്ളം ഒക്കെ എടുത്തുകൊണ്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടോ, കയ്യോന്നിയായിരുന്നു ഇതൊക്കെ. രണ്ട് 3 കശുമാവ് നട്ടിട്ടുണ്ട്, താഴെ കൊണ്ട് നടന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ ഗൈസ്? എനിക്കറിയില്ല, മുക്കുറ്റിയാണെന്ന് തോന്നുന്നത്. ഒക്കെയാണ് എൻ്റെ ടെറസിലെ കാഴ്ചകൾ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ. പക്ഷേ ഗൈസ്.